ബീച്ച് വൈബ് എപ്പോഴും അടിപൊളിയാണല്ലേ, ഇതൊരു ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ഞാൻ ഇടയ്ക്ക് വരുന്ന സ്ഥലമായിരുന്നു. ഇദ്ദേഹത്തിലെ ഒരു പോലീസുകാരന് ഞാൻ കുറച്ചു മുമ്പ് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പോലീസുകാരൻ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ? അല്ല, അത് പോലീസുകാർ മനുഷ്യരാണ്. കാക്കിയെടുത്ത് അണിയുമ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് ഇവരിങ്ങനെ ക്രൂരന്മാരെ പോലെ എന്നൊക്കെ പലരും എഴുതി പിടിപ്പിച്ചു വെച്ചേക്കുന്നതാണ്. ഭയങ്കര സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ്, നല്ല ആൾക്കാരാ. അവർക്കും ഉണ്ട് ഭാര്യ, അമ്മ, അച്ഛൻ, അനിയൻ, അനിയത്തി, പിള്ളേരൊക്കെ ഉള്ളവരല്ലേ. അവര് വീട്ടില് എന്ത് സാധുക്കളായിരിക്കും എന്നറിയാമോ? പക്ഷെ ഈ ഒരു യൂണിഫോം ഇട്ട് കഴിഞ്ഞാല് കുറച്ച് നമ്മൾ ആ യൂണിഫോമിന്റെ ഒരു പവർ കാണിക്കുന്നതാണ്. ആ ഒരു പവർ വേണം. പക്ഷെ ഒരാളിന്റെ മണ്ടയിൽ കുതിര കയറാനുള്ള പവർ ഒന്നും അല്ല, അത് ഞാനും പറയുന്നു, ഇല്ലെന്നല്ല. പക്ഷെ നമ്മുടെ എന്താ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ട്രെയിനിങ് തന്ന് നമ്മളെ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനനുസരിച്ച് ചിന്തയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഒരു മഫ്റ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രസ്സിൽ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ആവാം. പക്ഷെ ഇങ്ങനെ ഒരു ഡ്രസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ ഒരു എങ്ങനെയുള്ള പോലീസുകാരനായിരുന്നു ചേട്ടൻ? എങ്ങനെയായിരുന്നു ജിബിൻ ഗോപനാഥ് എന്ന പോലീസുകാരൻ? എനിക്ക് തോന്നുന്നു, എനിക്ക് ലീവ് പോലും അപ്ലൈ ചെയ്ത് ഉടനെ തന്നത് എനിക്ക് തോന്നുന്നു നീ അവിടെ പോയി രക്ഷപ്പെട്ടോ, നിന്നെ ഇവിടെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ടായിരിക്കണം. ഞാൻ അതുകൊണ്ടായിരിക്കണം എനിക്ക് പെട്ടെന്ന് ലീവൊക്കെ സാങ്ഷൻ ആയത്. നീ ഇവിടെയോ മറിക്കുന്നില്ല, നീ അവിടെ പോയെല്ലാം മറിക്കാൻ പറ്റുമെങ്കിൽ മറിച്ചൊക്കെ ആയിരിക്കണം. അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര ഹെൽപ്പായിരുന്നു എനിക്ക്. ഞാൻ കാര്യം ട്രെയിനിങ്ങിനിടയ്ക്കും ചാടിപ്പോയി ഓഡിഷന് പോയിട്ടുള്ള ആളാ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അന്ന് തന്നെ എന്റെ കൂടെയുള്ള പോലീസുകാർക്ക്, എന്റെ ഓഫീസേഴ്സിനൊക്കെ മനസ്സിലായി ഇവനെ കൊണ്ട് നമുക്ക് ഉപയോഗമുള്ളതിനേക്കാളും ചിലപ്പോ ഇവൻ അവിടെ പോയി രക്ഷപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് അന്ന് നമ്മളെ പറ്റി ഒരു ധാരണയായി, ഇവൻ ഇതാണെന്നുള്ളത് മനസ്സിലായി. അതങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഹൃദയത്തിൽ സിനിമ മാത്രമേ ഉള്ളൂ? അതായത് ഇപ്പൊ സമൂഹത്തിലെ പ്രശ്നങ്ങൾ കാണുമ്പോ ഇങ്ങനെ ഒരു വാളിങ്ങനെ പൊങ്ങുന്ന പോലത്തെ ഒരു ആളുള്ളിലുണ്ടോ എവിടെയെങ്കിലും? വാളുണ്ട്, പക്ഷെ അവിടെ വച്ചേക്കും. നമ്മള് വാളെടുത്ത് വെളി വെക്കാറില്ല. സമൂഹത്തിൽ നടക്കണൊക്കെ അവിടെ ഈ പറഞ്ഞതുപോലെ അങ്ങ് നടന്നോട്ടെ. എപ്പോഴെങ്കിലും പോലീസുകാരൻ വരാറുണ്ടോ എവിടെയെങ്കിലും വെച്ച്? നമ്മളിങ്ങനെ പോകുമ്പോ സമയത്ത് കാണുമ്പോഴോ എന്തെങ്കിലും കാണുമല്ലോ, നമ്മളിങ്ങനെ എന്താ പറയാ ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്നതോ എപ്പോഴെങ്കിലും ഒക്കെ കാണുമ്പോ എന്തെങ്കിലും ഇത് ചെയ്യാനൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും എനിക്ക് പണ്ടും അന്നും ഇന്നും ഈ കലിങ്ങിന്റെ വണ്ടി ഇരിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോഴും നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന പോലീസ് ഒന്നും ആദ്യം ഓടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പ്രതികരിക്കുന്നതിനപ്പുറത്തേക്കും ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു കാര്യം പറയാൻ ഒന്നും തോന്നല്ലേ, ഒക്കെ ഇരുന്നൂടെ? ചേട്ടൻ പറഞ്ഞ അവര് കേൾക്കും. അപ്പൊ ഓക്കെ ചേട്ടാ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഇപ്പം ഫൈനലി കുറെ നല്ല സിനിമകൾ വന്നു എന്ന് പറഞ്ഞു. ആൻഡ് ഇപ്പൊ ഞങ്ങളൊരു സൂപ്പർ ട്രെയിലർ, ത്രില്ലടിപ്പിക്കുന്ന ഒരു ട്രെയിലർ ഞങ്ങൾ കണ്ടു, ഡയസ് എറയുടെ. കണ്ടിട്ട് ഒരു ഹോളിവുഡ് ടച്ച് പോലെയാണ് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ട്രെയിലർ മാത്രം കണ്ടപ്പോഴത്തേക്കും ഫീൽ ചെയ്തത്. അതിന്റെ വിശേഷങ്ങളൊന്ന് പറയാമോ? ഇത് പ്രധാന വിശേഷം എന്ന് പറയുന്നത് ഇതിന്റെ ഉച്ചാരണം എന്ന് പറയുന്നത് ഡയസ് ഇറ എന്നാണ്. ഡയസ് ഇറ അല്ല കേട്ടോ, ഞങ്ങളൊരു പോസ്റ്റർ ഇറക്കി, അറിയോ? ഡയസ് ഇറ കേട്ടോ. അത് വേറെ ലാംഗ്വേജ് ആയിരിക്കും അല്ലേ? ഇല്ല, മലയാളം പടം തന്നെയാണ്. അല്ല, ചെറിയ ചളി. പേര് വേറെ ലാംഗ്വേജ്, അതെ, വേറെ ലാംഗ്വേജിലുള്ളതാണ്. അത് അത് എനിക്ക് തോന്നുന്നു ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം കിട്ടും. ഞാനായിട്ട് അത് പറയുന്നില്ല, കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പടത്തിനകത്ത് നിന്നുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലർ പോലെ ആയിപ്പോ. അല്ല, എനിക്ക് അതിനെപ്പറ്റി ചെറിയൊരു ധാരണയുണ്ട് അത് എന്താണ് എന്നുള്ളത്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. എനിക്ക് ധാരണയില്ല എന്ന് പറയുന്നു. DSIRE എന്താണ് മീനിങ് എന്നൊന്ന് വായിച്ചേ. DSIRE. Okay. The first words of a medieval Latin hymn describing the last judgment. Okay. Hymn എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്തുതി അങ്ങനത്തെ ഇതല്ലേ? ലാസ്റ്റ് ജഡ്ജ്മെന്റിന്റെ സ്തുതി. ഓ, അത് വേറെ ലെവലാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാനിത് ഇതിനെപ്പറ്റി ഇപ്പൊ എന്താ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊക്കെ കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും കഥയിലൊക്കെ പോകും. അതിനേക്കാളും ഇപ്പൊ ഇവിടെ വെച്ചിട്ട് നോക്കി ഇപ്പൊ ക്ലാരിറ്റി കിട്ടിയല്ലോ. ആ കഥ നമുക്ക് ഒക്ടോബർ 31 കാണാം കേട്ടോ, തിയേറ്ററില്. സെറ്റിലെ വിശേഷങ്ങളൊക്കെ പറ. സെറ്റിലെ വിശേഷം ഈ പറഞ്ഞതുപോലെ നല്ലൊരു ക്യാരക്ടർ സിനിമയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതെ, പ്രണവിന്റെ കൂടെ നല്ലൊരു വേഷം ഞാൻ ചെയ്യുന്നുണ്ട്. രാഹുൽ സദാശിവനാണ് ഡയറക്ടർ. പുള്ളിയുടെ നേരത്തെയുള്ള പടങ്ങളൊക്കെ അറിയാമല്ലോ. ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ഭ്രമയുഗമായിരുന്നു. അതിന് തൊട്ട് മുന്നേ ഭൂതകാലമാണ്. ഇപ്പൊ DSIRE വന്നേക്കുന്നു. ഭ്രമയുഗത്തിലും ഭൂതകാലത്തിലും അദ്ദേഹം
എന്താ നല്ല നല്ല കിടില ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചാണ് പടം ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം പ്രണവ് എന്ന് പറയുന്ന ഒരു ഗംഭീര ആർട്ടിസ്റ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് പുള്ളി വേറൊരു ക്യാരക്ടർ എനിക്ക് തന്നിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ ഒരു തീരുമാനം ഒക്ടോബർ 31 ഉണ്ടാവും. സോ ഹംബിൾ. ഒരു ഹമ്പിളും ഇല്ല, ഇതിലൊരു ഹമ്പിളും ഇല്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പുള്ളി ഏത് വഴിക്കൊക്കെ. സീരിയസ്ലി ശരി അത് പറയണം. എന്ത് തോന്നി സ്വന്തം ഇത് കണ്ടപ്പോ? ട്രെയിലർ കണ്ടിട്ട് ഗംഭീരമായിട്ട് തോന്നി. തോന്നിയത് എപ്പോഴാണെന്നറിയാം, ഇത് കണ്ടിട്ട് കാര്യം ഇപ്പൊ ഞാനിപ്പോ അഭിനയിച്ചൊരു സാധനം അതിന്റെ ഫസ്റ്റ് കട്ട് അല്ലെങ്കിൽ അതിന്റെ റഷ് കാണുമ്പോഴത്തേക്കും നമുക്ക് വിത്തൗട്ട് മ്യൂസിക് ഒക്കെ ആയിരിക്കും, ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ അല്ലേ കാണുന്നത്. ഞാൻ നോക്കുമ്പം ഞാൻ కొంచెం ഓവറാണോ എന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷെ ഇത് സംഭവം ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മളിത് കാണുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏത് സാധനത്തിന്റെ കൃത്യമായിട്ടുള്ള ഔട്ട് ഇപ്പോ ഷെമി എപ്പോഴാണോ കാണുന്നത് അപ്പോഴേ ഞാനും കാണുള്ളൂ, അങ്ങനെ നമ്മളെ കാണിച്ചിട്ടുള്ളൂ. അതിപ്പോ അത് ആ ഡയറക്ടറുടെ ഒക്കെ ഒരു അങ്ങനെയാണ് പുള്ളിയുടെ ഒരു വിഷൻ. നേരത്തെ കണ്ടതിന് സുഖങ്ങളായില്ല, അത് എപ്പോഴാണോ റിലീസ് ആവണം അപ്പോൾ മാത്രമേ എല്ലാവരും കാണുള്ളൂ, പുള്ളി അല്ലാതെ അല്ലെങ്കിൽ ആ ഒരു ടീം അല്ലാതെ. അതൊക്കെ അങ്ങനെ ഒരു ഭയങ്കര നിഷ്കർഷയൊക്കെയുള്ള ഒരു ഡയറക്ടറാണ്. അടിപൊളിയാണ്, ഗംഭീരമാണ്. പുള്ളിയെ സൂചിപ്പിക്കുകയാണെന്നല്ല, പക്ഷെ നമ്മളെ ഇപ്പൊ ഇതിൽ വെച്ചൊരു നല്ല വേഷം തന്നതുകൊണ്ടുമല്ല, അടിപൊളിയായിട്ട് നമുക്കൊരു ഭയങ്കര വൈബാണ് പുള്ളിയോടൊപ്പം ചെയ്യാൻ. ആ ടീമും ഭയങ്കര രസമുള്ളതായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം ടീസറും ട്രെയിലറും ഇറങ്ങിയതുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും പറഞ്ഞു എടാ ഗംഭീരം വേഷമാണെന്ന് മനസ്സിലായി. അപ്പൊ അതുപോലെ ഞാൻ അങ്ങനെയാണെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അത് 31 മുതൽ ആൾക്കാർക്ക് തീരുമാനിക്കും അത് എന്ത് വേഷമാണ്, ഗംഭീരമാണോ, ത്രൂ ഔട്ട് ഉണ്ടോ, അത് അത്ര ഇല്ലേ എന്നൊക്കെ ഉള്ളത് പിന്നെ തീരുമാനിച്ചോട്ടെ എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം പടത്തിലേക്ക് ഞാൻ വളരെ അവർ ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരല്പം ഫ്രഷ് ഫേസ് കിട്ടിയാൽ കൊള്ളാം എന്നൊരു ധാരണയിലിരിക്കുമ്പോഴാണ് നമ്മുടെ ഇതിലേക്ക് എത്തുന്നത്. നമ്മുടെ സത്യത്തില് ആ കാര്യത്തിൽ ഞാൻ ഏറ്റവും ഒരു കടപ്പാട് അല്ലെങ്കിൽ അവനോട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം അതല്ല, നമുക്ക് ഇമാതിരി ഒരു സംഭവത്തിലേക്ക് നമ്മളെ ഒരാൾ നമുക്കൊരു ചൂണ്ടുവലയാകുക എന്ന് പറയുന്നത് അപ്പൊ ഒരു നന്ദി വാക്കിലോ അല്ലെങ്കിൽ ഒരു കടപ്പാടിലോ തീരുന്നൊരു കാര്യമല്ല. അത് എന്നെ അവിടത്തേക്ക് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് റെഫറൻസ് ചെല്ലുന്നത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മോനുണ്ട് ദിന്നാദ് ആണ് എൻ്റെ ഇതുപോലെ എൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, എൻ്റെ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് കണ്ടിട്ട് പുള്ളിയാണ് സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ക്യാരക്ടറിലേക്ക് ഇദ്ദേഹത്തെ നോക്കിയാലോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിനു മുന്നേ രാഹുൽ സദാശിവൻ സ്ക്രീൻഷോട്ട് അതൊരു എൻ്റെ ഇതുപോലൊരു ഇന്റർവ്യൂവിന്റെ സീരിയസ്ലി അതെ 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 അത് ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ അതിന്റെ റീലായിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഓടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം നടക്കുന്ന സമയത്താണ് ഇത് യാദൃശ്യമായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുന്നത്. ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അദ്ദേഹം ഡയറക്ടർക്ക് അയക്കുകയും ചെയ്തു. ഇപ്പൊ കണ്ടപ്പോ തന്നെ പുള്ളി പറഞ്ഞു എനിക്കിത് വർക്കാവുന്ന ലുക്കാണല്ലോ, എനിക്ക് കണ്ടിട്ടൊരു സാധനം തോന്നുന്നുണ്ട്, നേരിട്ട് പുള്ളിയെ കാണണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിപ്പിക്കുകയായിരുന്നു. നേരിട്ട് കണ്ടു. പക്ഷെ ഇതിലെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വളരെ ഭയങ്കര പരിചയക്കാരനെ പോലെയാണ് ഞാൻ ആ ഡയറക്ടറോടൊപ്പം പെരുമാറിയത്. ഞാൻ പറഞ്ഞു രാഹുൽ ബ്രോ ഓർമ്മയില്ലേ നമ്മള്, പുള്ളി പറഞ്ഞു വളരെ എടുത്തടിച്ച് പറഞ്ഞു ഇല്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ കളങ്കാവലിന്റെ സെറ്റിലൊക്കെ വന്നപ്പോ ഞാൻ ചാൻസ് ചോദിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു സോറി ബ്രോ എനിക്ക് ഒരു ഓർമ്മയില്ല കേട്ടോ. എന്റെ സത്യം പറഞ്ഞാൽ എത്രയോ തവണ പുള്ളിയോട് ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ പുള്ളിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ബ്രോ എന്നൊക്കെ. അപ്പൊ പുള്ളിക്ക് എന്നെ അറിയാതെയാണ് ഓക്കെ ബ്രോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, മനസ്സിലായില്ലേ. എന്നിട്ട് ഈ പറഞ്ഞ ഇപ്പം നമുക്കവിടെ സെറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ ചെന്ന് വലിയ കാര്യത്തിൽ പരിചയപ്പെട്ടൊരു 2-3 മിനിറ്റ് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാ. എടുത്തടിച്ചു ഇല്ല ബ്രോ എനിക്ക് നിങ്ങളൊരു ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഇതായിരുന്നു ആദ്യത്തെ മീറ്റിംഗിൽ. മീൻസ് അതിനു മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സിനിമയുടെ ആവശ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ പുള്ളി എന്നോട് പറയുന്നത് നോ ഐഡിയ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു കുറച്ചു നേരം സംസാരിച്ചു. പിന്നെ അങ്ങനെയാണ് ഈ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു തരുന്നു, പിന്നെ ഡീറ്റെയിൽ ചെയ്യുന്നു ആ ക്യാരക്ടറിന്റെ ഒരു ലുക്ക് എന്താ സ്വഭാവം എന്നൊക്കെ പറഞ്ഞു തരുന്നു. അങ്ങനെ കുറെ നേരം സംസാരിച്ചിട്ട് ഒരു കാര്യം മാത്രം ഉറപ്പ് പറഞ്ഞു, എനിക്ക് ഈ പടത്തിൽ നിങ്ങളെ വെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് മാത്രമാണ് പുള്ളി എന്നെ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നത്. അല്ലാതെ പുള്ളി എനിക്ക് വേഷം തരാം എന്നല്ല പറഞ്ഞു വിട്ടത്. എനിക്കൊരു ഉറപ്പില്ല ബ്രോ, ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് സജഷനായിട്ട് നിങ്ങളുണ്ടാവും പക്ഷെ എനിക്ക് ഉറപ്പില്ല എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു സന്തോഷമായി. അതല്ല അല്ലല്ല അവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ മീൻസ് ഇപ്പം ഞാനൊന്ന് താരതമ്യേന പുതിയ ആളാണ്. ഞാൻ എത്ര പടം ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല, ഒരു വലിയ പടങ്ങളുടെ ഭാഗമാകുക അല്ലെങ്കിൽ വേറൊരു വേഷം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളല്ലല്ലോ. അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ട് അതിൻ്റെതായിട്ടുള്ളൊരു സംഭവമായിരുന്നു.
എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല അതിനെപ്പറ്റി. എന്തായാലും കാര്യം സിനിമയിൽ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ഫസ്റ്റ് ഷോട്ടിൽ നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടേ നമുക്ക് ഉറപ്പിക്കാവുള്ളൂ നമ്മൾ ആ സിനിമയിലുണ്ട് എന്നുള്ളത്. അപ്പം മീറ്റ് ചെയ്തു, പുള്ളിക്ക് തന്നെ വർക്കായോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കൊരു ഓഡിഷൻ പോലും അപ്പം നടത്തിയിട്ടില്ല പുള്ളി. ആ ഫേസ് ചേട്ടന്റെ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അല്ല അത് നമുക്ക്, അതെ നമുക്കാണ് ഫീൽ ചെയ്യുന്നത്, സിനിമാക്കാർക്കും കൂടെ ഫീൽ ചെയ്യണ്ടേ. ഡിയർ സിറെ ചേട്ടന്റെ ആദ്യത്തെ ഹൊറർ പടം അല്ലേ? അതെ അതെ അതെ. അതെ. അതെന്തെങ്കിലും അഭിനയപരമായിട്ട് ചലഞ്ച് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും? നമുക്കിപ്പം എനിക്കിപ്പോ ഈ DSRയിലേക്ക് ചെല്ലുമ്പോ എങ്ങനെ ചെയ്യണം എന്ന് ഒരു ധാരണയില്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരു കൃത്യമായിട്ട് ഓരോ ഷോട്ടും നമ്മൾ ഓരോ സീനിൽ എന്ത് ചെയ്യണ്ട എന്നുള്ളതാണ് ആദ്യം ഡയറക്ടർ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യരുത്, നമുക്ക് അത് മാത്രമേ ഉള്ളൂ. ബാക്കി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് നമുക്ക് ചെയ്യാം. ചെയ്യരുതാത്ത ഒറ്റ കാര്യം പറഞ്ഞു തരും, അത് മാത്രം ചെയ്യാതിരുന്നാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ. അപ്പൊ ചേട്ടൻ അവിടെ ചേട്ടന്റെ റൈറ്റ് മീറ്റർ ചേട്ടൻ അപ്പൊ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റി? എനിക്ക് തോന്നുന്നു, എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ ഷൂട്ട് നടന്ന് ഒരു നല്ലൊരു ഒരു സംഭവം ചെയ്തപ്പോ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൊരു സീനാണ്. അപ്പൊ അതില് നമ്മളെ ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം വന്നപ്പോ ചെയ്ത് ഓക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ എന്നോട് ADs ഉണ്ട് രണ്ട്, എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂമിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇവർ പോയി കണ്ടിട്ട് അപ്പം തന്നെ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ആ നോട്ടവും നിങ്ങൾ ആ വന്ന വരവും ആ മുഖത്ത് വന്നൊരു സാധനമൊക്കെ ഗംഭീരം. അപ്പം എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ മീറ്റർ, ഇവിടുന്ന് ഇതാണ് കാര്യം. ഡയറക്ടറിന് അത് വർക്കായി, ഭയങ്കരമായിട്ട് വർക്കായി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ കോൺഫിഡൻ്റ് ആയി, എനിക്ക് കോൺഫിഡൻ്റ് ആയി. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് കുറച്ച് പിടിച്ചാൽ കിട്ടില്ല. എനിക്കൊരു ക്യാരക്ടറിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടർക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് ഈ പറഞ്ഞാൽ അതിപ്പം DSR അല്ല, ഇപ്പം വേറെ ഏതൊരു പടമെങ്കിലും നമ്മളിപ്പോൾ ചെറിയ വേഷം ചെയ്യുമ്പം ചിലപ്പോൾ ഒരു ദിവസം ഷൂട്ട് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 സീനേ ഉണ്ടാവുള്ളൂ. ഇതിന് മുമ്പ് എന്ത് സംഭവിച്ചെന്നോ ഇതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നോ ഈ ക്യാരക്ടർ എന്തിനാണ് ഇവിടെ വന്നതെന്നോ എന്നൊക്കെ അറിയാതെ വരുമ്പോഴാണ് നമുക്ക് ചെറിയ സംഭവത്തിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവമുണ്ട്, അത് ചിലപ്പോൾ പിടിക്കാൻ ചിലപ്പോൾ ടൈം എടുക്കും. അത് ഞാനല്ല, ആരായാലും അങ്ങനെ തന്നെയാണ്. ഇത് പിന്നെ അത് ഉറപ്പല്ലേ. കാര്യം ഈ സിനിമയിൽ എന്ത് സംഭവിക്കുന്നു താരതമ്യേന ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. 2 സീൻ ഒന്ന് ചെയ്തിട്ട് പോണ ഒരാളല്ലേ. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ക്യാരക്ടർ എന്തിനാണ്, ഈ ക്യാരക്ടറിന്റെ ഈ സിനിമയിൽ എന്തിനാണ് ഈ സമയത്ത് കൊണ്ട് നിർത്തുന്നത്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്തിനാ അവിടെ വന്നു, ഈ ക്യാരക്ടറിന്റെ സ്വഭാവം എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ചിലപ്പം വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ചിലപ്പം ഫ്രഷ് ആയിട്ട് അഭിനയിക്കാൻ വരുന്നവർക്ക് ചിലപ്പം ഈ നമ്മൾ ഓഡിഷൻ കണ്ടിട്ടില്ലേ, പല ഓഡിഷനിലും ഇപ്പം നമ്മളൊക്കെ പുറത്തായി പോകുന്ന കാര്യം എന്തുവാണ്, ഡയറക്ടർക്ക് ഒരു ഐഡിയ ഉണ്ട് സിനിമയിൽ ഈ ക്യാരക്ടർ എന്താണെന്നുള്ളത്. ഡയറക്ടർക്ക് ആ കൂടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും. നമുക്കൊരു സീൻ തന്നിട്ട് പറയും ഇതങ്ങ് ചെയ്ത് നോക്കൂ എന്ന് പറയും, അല്ലെങ്കിൽ 2-3 പേരെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറയും. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാധനം ഉണ്ട്. അപ്പോൾ പറഞ്ഞു തരുമ്പോൾ ഈ ക്യാരക്ടർ ഇതാണ്, ഇങ്ങനെയാണ്, നമ്മൾ എടുത്തൊരു സാധനം വെച്ചിട്ട് ചെയ്യും. ഇതെന്ത് ചെയ്യും, ഇത് ഡയറക്ടർക്ക് വർക്കാവില്ല, ഔട്ട് മീൻസ് നമുക്ക് അടുത്തൊരു സമയത്ത് നോക്കാം, അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് പിന്നെ പറയാമെന്ന് പറയും. അത് അവരുടെയും തെറ്റല്ല. സിനിമയിൽ ചിലപ്പോൾ ആ ക്യാരക്ടർ വേറൊരു മൂഡായിരിക്കാം. ഇത് നമുക്കിപ്പോൾ പറഞ്ഞു തരാൻ അവർക്ക് പറ്റത്തില്ല. ഒരു സിനിമയുടെ സ്വഭാവം പറഞ്ഞു തരാൻ പറ്റുമോ, നമുക്കൊരു ക്യാരക്ടറെ പറഞ്ഞു തന്നുള്ളൂ. പക്ഷെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് വേറെ സാധനമല്ലേ, സിനിമയിലെ ക്യാരക്ടറിന്റെ സ്വഭാവമാണ്. ഇതുപോലെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ, DSRയിൽ സ്വാഭാവികമായിട്ട് എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ഈ ഒരു സാധനം അവർക്ക് വർക്കായി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി എൻ്റെ ക്യാരക്ടർ എന്താണ് ഇതിൽ കളിക്കാനുള്ളത് എന്നുള്ള എനിക്കൊരു റൂട്ട് കിട്ടി. ഓക്കെ, കുറച്ചുനേരം കൂടി നടന്നാലോ ബീച്ചിലേക്ക്? സൺ സെറ്റ് ആവാനുള്ള ടൈമാണ്, ഗോൾഡൻ ലൈറ്റും നല്ല വ്യൂ അല്ലേ, പോയാലോ? സെറ്റ്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ആണോ? എനിക്ക് ആക്ച്വലി വീടിന്റെ ഒരു 3 കിലോമീറ്റേഴ്സ് അടുത്തൊരു ബീച്ചുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി മെഡിറ്റേഷൻ ഒക്കെ ചെയ്യും. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ചേട്ടൻ്റെ ഫോഴ്സിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടോടുകൂടി ചേട്ടൻ്റെ സിനിമയിലേക്ക് വിട്ടു. ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുക. ചേട്ടൻ സാമന്തയുടെ കൂടെ ആഡ് ചെയ്യുന്നു, ബ്ലഷിങ്. പിന്നെ മമ്മൂക്കയുടെ കൂടെ സിനിമ, ആസിഫ് അലിയുടെ കൂടെ സിനിമ, ഉടനീള കഥാപാത്രങ്ങൾ ചെയ്യുന്നു, കിടിലൻ ടീസറുകൾ ഇറങ്ങുന്നു. ഈ സീനിയർ ഓഫീസേഴ്സിന്റെ ഒക്കെ അപ്രിസിയേഷൻ ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ? അയ്യോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാന് ജോലി ചെയ്ത കുറേ ഓഫീസുകളുണ്ട്. ഇപ്പോ മനോജ് ഇബ്രാഹിം സാറാവട്ടെ, സാറ് ഈ പോലീസിന്റെ സോഷ്യൽ മീഡിയ സെല്ലുണ്ട്. അപ്പൊ അവരുടെ
കുറെ വീഡിയോസ് ഉണ്ട്, പബ്ലിക്കിന് വേണ്ടിയിട്ട് ചെയ്ത കുറെ വീഡിയോസിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വൈറലാകുന്നത്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നുകൊണ്ട് ഇപ്പൊ കുട്ടമ്പിള്ള പോലീസ് എന്ന് പറഞ്ഞിട്ട് സീരീസ് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. പിന്നെ കോവിഡ് ടൈമിൽ ഒരു വീഡിയോ ഇറക്കി അതിഭീകര ഇന്റർനാഷണലി ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ബേസിക്കലി എനിക്ക് കുറെ ഫോളോവേഴ്സിന് മീൻസ് എങ്ങനെ ഇങ്ങനെ ഒരു പോലീസുകാരൻ വൈറലാകുന്നതും ഒരു വൈറലാകുന്ന പോലീസുകാരനായിട്ട് അതൊരു ഭയങ്കരമായിട്ട് എന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് ചെയ്താട്ടോ ഭയങ്കരമായിട്ട്. അതിന് മനോജ് എബ്രഹാം സാറാണ് ഈ സോഷ്യൽ മീഡിയ സെല്ലിന്റെ ഹെഡ്. അപ്പം അദ്ദേഹം അന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ പരിപാടിയെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹമാണ്, സാറാണ്. മാത്രമല്ല സാറിന്റെ ഗൺമാനായിട്ട് ഞാൻ കുറെ നാൾ വർക്ക് ചെയ്തിരുന്നു. ഈ സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ ട്രിവാൻഡ്രത്ത് ഷൂട്ട് നടന്നു പറഞ്ഞ കാര്യമില്ലേ, അപ്പൊ ഈ സമയത്താണ് എനിക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടുമ്പോ എന്നെ പോകാനായിട്ട് ആദ്യമായിട്ട് പെർമിഷൻ തരുന്ന സാറാണ്. അപ്പൊ ഇങ്ങനെ സാറിനെയാണ് ആദ്യമായിട്ട് എടാ ഇങ്ങനെ പോകുന്നതൊക്കെ, പക്ഷെ പെർമിഷൻ ഗവൺമെന്റ് പെർമിഷൻ വാങ്ങണം, അതിനു വേണ്ടിയുള്ള പേപ്പറും കാര്യങ്ങളെല്ലാം സൗകര്യച്ചെന്നൊക്കെ സാറാണ് സാറ്. പിന്നെ അജിത് സാറ്, അങ്ങനെ കുറേ ഉണ്ട്, കുറേ ഓഫീസേഴ്സ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ജില്ലാ ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്യുമ്പോ സന്തോഷ് സാറുണ്ട്, ഒരു സന്തോഷ് സാറ് ഭയങ്കര സന്തോഷ് സാർ വെച്ചാൽ അന്നത്തെ ACP ആണ്. പിന്നെ സുൽഫിക്കർ സാറ് ACP ആണ്. അപ്പൊ ഇവരൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിക്കാൻ പോകാനൊക്കെ സമ്മതം തന്നത് ഇവരൊക്കെയാ. പിന്നെ ഒരു അനിൽകുമാർ സാർ മരണപ്പെട്ടു പോയി. അപ്പൊ ഇവരൊക്കെ എന്റെ ജീവിതത്തില് മീൻസ് എന്റെ ഔദ്യോഗിക ജീവിതത്തില് ഭയങ്കരമായിട്ട് സിനിമയായിട്ട് തന്നെ കൊളാബ് ചെയ്തു പോകാൻ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇവരോടൊക്കെയുള്ള നന്ദി. പിന്നെ എന്റെ കൂടെ ജോലി ചെയ്ത പോലീസുകാരുണ്ട്, കൂട്ടുകാരന്മാര്. മീൻസ് എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ കൂടെയുള്ള പോലീസുകാരുടെ ഒരു സപ്പോർട്ടുണ്ട്. ഇപ്പം പലരുടെയും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിരുന്നാണ് എന്നെ അവർ വിട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു നന്ദിയും കടപ്പാടും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ പറയാം എന്റെ ഫോഴ്സ് നമ്മുടെ കൂടെ എപ്പോഴും നിന്നിട്ടുണ്ട്. അത് മീൻസ് എന്റെ ഒരു ആഗ്രഹം ഇതാണെന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ അത്രയും ആത്മാർത്ഥത അവിടെ കാണിക്കുന്നു എന്ന് കണ്ടിട്ടൊക്കെ ആയിരിക്കണം. ഒരിക്കലും പോലീസ് ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാതിരുന്നിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കണം എന്നെ ഭയങ്കരമായിട്ട് ലീവിന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെ. ഓക്കെ, ഐ എം വെരി ഹാപ്പി. ചേട്ടന്റെ ചുറ്റും നല്ല ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എനിക്ക് തോന്നുന്നത് നമ്മുടെ വൈബ് തന്നെ അട്രാക്ട് ചെയ്തത്. ഞാൻ അങ്ങനെ പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ, നമ്മൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫോഴ്സിലേക്ക് എത്തുന്നത്. ഒരു ഏകദേശം 1 കൊല്ലം അടുപ്പിച്ച് ഒരു 10 മാസത്തോളം നമുക്ക് ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ്ങിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ ഫിസിക്കലിയും മെന്റലിയും ഒരുപോലെ നമ്മൾ അനുഭവിച്ചാണ് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറുന്നത്, ജോലിക്ക് കയറുന്നത്. അപ്പൊ എല്ലാവരുടെയും മാനസികാവസ്ഥ ഒന്ന് തന്നെ ആയിരിക്കും, എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളൊക്കെ. അപ്പൊ അതിനകത്ത് വലിപ്പച്ചെറുപ്പം ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ബന്ധം പരസ്പരം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്നേഹബന്ധം എപ്പോഴും ഉണ്ടാവും. സിനിമയിൽ വന്നിട്ട് എന്തെങ്കിലും പഠിച്ചു എന്ന് തോന്നിയ എന്തെങ്കിലും കഴമ്പ് ജീവിതത്തിന്റെ ഒരു പിവട്ടൽ അങ്ങനെ എന്തെങ്കിലും? സിനിമയില് വന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഭവം പഠിക്കല്ല. നമുക്ക് ഏത് സെറ്റ് ആയാലും പരിചയപ്പെടുന്നവരായാലും എല്ലാം നമുക്ക് എപ്പോഴും ഒരു എന്താണ് ലേണിംഗ് പ്രോസസ്സാണ് സിനിമ എന്ന് പറയുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഒരിടത്തുനിന്നും നമുക്കൊരു ഏതൊരു ആക്ടർ, അത് എത്ര വലിയ ആക്ടർ ആയാലും ഒരിക്കലും അവർക്ക് ഒരു നമ്മൾ ചെയ്യുന്നതിന് ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ ചെയ്തിട്ട് ഒരു സാധനം വന്ന് മോണിറ്ററിൽ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നുന്നത്. ഇപ്പൊ ഡയറക്ടർ ഓക്കെ പറയുന്ന സാധനമായിരിക്കും, പക്ഷെ നമുക്ക് വീണ്ടും തോന്നും കുറച്ചുകൂടെ അത് ബെറ്റർ ആക്കായിരുന്നു എന്ന്. എനിക്ക് നല്ലൊരു സംഭവമായിട്ടാണ് തോന്നിയിട്ടില്ല. കാര്യം ഒരാളുടെ കോൺഫിഡൻസാ ഇതിൽ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മാത്രമല്ല ഇത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനേക്കാൾ എനിക്ക് നന്നായിട്ട് ചെയ്യാം, പോട്ടെ ഇനി ഒരു അവസരം ഉണ്ടല്ലോ നമുക്ക് അടുത്ത് ചെയ്യാം എന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമുക്ക് എല്ലാ സെറ്റുകളും ഓരോ പാഠം തന്നെയാണ്, അതിങ്ങനെ അവസാനിക്കില്ല. ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനൊരു ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും തന്ന് അവസാനിപ്പിക്കുന്ന പരിപാടി ഇല്ല ഇതില്. നമുക്കൊരു പാനിപൂരി കഴിച്ചാലോ? അവിടെ ഒരു പാനിപൂരി സ്റ്റോൾ ഉണ്ട്. നല്ല തീരുമാനം. ചേച്ചി ഒരു പാനിപൂരി. ഇപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ക്വിക്കായിട്ട്, ഇത് ഇന്റർവ്യൂ ചോദ്യങ്ങളല്ല, ജസ്റ്റ് ഒരു ഫോർ എ ഫൺ, ഒരു മൈൻഡ് ഗെയിം. ഓക്കെ, ചീറ്റി പോകുന്നത് എനിക്കറിയില്ല, ചേട്ടൻ ഇങ്ങനെ വെക്കണ്ട. ശരിയല്ല. ലെറ്റ്സ് സീ. ഇഷ്ടപ്പെട്ട ഒരു ആനിമലിനെ പറ. പട്ടി. ഓക്കെ, പട്ടിയിൽ എന്താ ചേട്ടനെ ഇത്ര അട്രാക്ട് ചെയ്ത, ലൈക് പട്ടിയോടുള്ള ഇഷ്ടം വരാനുള്ള കാരണം? വീട്ടില് പട്ടിയുണ്ട്, ഓക്കെ, അവന് ഭയങ്കര സ്നേഹമാണ് എന്നോട്. ഓക്കെ, ശരി. പട്ടി മാറി അടുത്ത ഒരു ആനിമലിനെ ചോദിച്ചാൽ ചേട്ടൻ എന്ത് പറയും? മുയല്. ഓക്കെ, എന്താ മുയലിലെ ചേട്ടന് ഇഷ്ടം? അതിന്റെ മുയലിറച്ചി നീ ഭയങ്കര ഇഷ്ടം. കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട്. അതെ. ഓക്കെ, അടുത്ത ഒരു ആനിമലിനെ പറഞ്ഞ. അടുത്തൊരു ആനിമല് ബേർഡിനെ പറഞ്ഞാൽ മതിയോ? എന്ത് വേണമെങ്കിലും പറയാം. താറാവ്. കാരണം
താറാവർച്ചി ഇഷ്ടമാണ്. താറാവില് വേറെന്താ? താറാവ് ഇറച്ചി ഇഷ്ടമാണ്, പിന്നെ അല്ലാതെ താറാവിനും അല്ലാതെ വേറെ വലിയ സ്നേഹം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ ഫീൽ ചെയ്യുന്ന താറാവിനെ കാണുമ്പോ? പാവം തോന്നും. ഓക്കെ, നമ്മുടെ ഗെയിം പ്രകാരം ആ ആദ്യം പറയുന്ന ആനിമൽ, അത് ആരോട് ചോദിച്ചാലും ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്ന ആനിമൽ എന്ന് പറയുന്നത് നമ്മളെ ആൾക്കാർ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്. രണ്ടാമതൊരു മനുഷ്യൻ പറയുന്ന ആനിമൽ എന്ന് പറയുന്നത് അയാൾക്ക് ലൈഫിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ എന്താണ് വേണ്ടത്, അതാണ് രണ്ടാമത്തെ ആനിമൽ. ഈ ആനിമൽ എന്ന് ലിറ്ററലി ആ ആനിമൽ അല്ല, ആ ആനിമലിന് ഒരു ട്രേറ്റ്സ് ഉണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായോ? ഇപ്പൊ അതാണ് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. മുയലില് ചേട്ടൻ എന്താണ് അത് ചേട്ടന്റെ ഉള്ളിലുള്ള സാധനമാണ്, അതാണ് ചേട്ടൻ അടുത്തതിലേക്ക് ചേട്ടൻ ആഗ്രഹിക്കുന്നത്. മേ ബി മുയലിന്റെ ഒരു ഫാസ്റ്റ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ അതുണ്ടോന്ന് അറിയില്ല, പക്ഷെ എനിക്ക് മുയലിറച്ചി ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഒരു ഫൂഡിയോട് ഞാൻ ഇവരെ ചോദ്യം ചോദിച്ചിട്ടില്ല. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിട്ട് രണ്ടും പിന്നെ ചേട്ടൻ പറഞ്ഞേക്കുന്നത് കംപ്ലീറ്റ് ഫുഡിനോളം ഇഷ്ടം. താറാവിറച്ചി ഇഷ്ടം, മുയലിറച്ചി ഇഷ്ടം, അതുകൊണ്ടിട്ടാണ് സെക്കൻഡ് തേർഡും പോയേക്കുന്നത്. തേർഡ് ആനിമൽ ശരിക്കും നമ്മൾ എന്താണോ ഇപ്പോ അതാണ് അവര് പറയാ. ഞാൻ താറാവിന്റെ അവസ്ഥയാണ്. വെള്ളത്തിലും അല്ല കരയിലും അല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തതിൽ ഐ എം റിയലി ഹാപ്പി. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നാൾ സെല്ലുലോയിഡിൽ എനിക്ക് ചേട്ടന് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ചേട്ടനൊരു അത്രയും സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ അറ്റൻഷൻ എടുക്കാൻ അത്രയും ഒരു കഴിവും പവറുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഒരു പേഴ്സൺ ഹു റിയലി ഗുഡ് അറ്റ് ഹാർട്ട്, സംബഡി ഹൂസ് വെരി ഒത്തന്റിക്. അത് ശരിക്കും ചേട്ടൻ സംസാരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ആ വൈബ്, ആ ഓറ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരുപാട് താങ്ക് യു സോ മച്ച് ചേട്ടാ. എനിക്കും വലിയ സന്തോഷമുണ്ട് ഇത്രയും നേരം എന്നെ വിളിച്ചു നിർത്തി. എനിക്ക് ഇങ്ങനെ ഇത്രയും സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ എന്നെ പറ്റി പുകഴ്ത്തി പൊക്കി പറഞ്ഞ പ്രിയപ്പെട്ട ഷമിക്കും ഈ പറഞ്ഞ ക്രൂവിനും എല്ലാവർക്കും ഞാനും എന്റെ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. ചേട്ടന് ഇഷ്ടം പോലെ ഇനി ആഗ്രഹം പോലെ ഒരുപാട് പ്രോജക്റ്റുകൾ ചേട്ടനെ തേടി വരട്ടെ. അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് മാത്രമേ ഉള്ളൂ സന്തോഷം. ഏറ്റവും സന്തോഷമുള്ള കാര്യം അത് തന്നെ. നല്ല നല്ല പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ പറ്റണം. വരുന്നുണ്ട് ഉറപ്പായിട്ടും. ഇത്ര നേരം ഞങ്ങളെ കേട്ടോണ്ടിരുന്ന പ്രേക്ഷകർക്കും ഒരുപാട് താങ്ക് യു. നൈസ്. താങ്ക് യു.